എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ AMCS FNCക്ക് BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള 4th അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ കൺഫർമേഷൻ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ, അതായത് ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 5 തീയതി വരെ amcsfnck.com വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് കൺഫർമേഷൻ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു 4th അലോട്ട്മെൻറ്റ് അതായത് സെപ്റ്റംബർ 7 തീയതി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇതുവരെ നടന്നിട്ടുള്ള 1, 2, 3 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം വിവിധ കോളേജുകളിലുള്ള ഒഴിവുള്ള സീറ്റിലേക്കും അതുപോലെ തന്നെ പ്രവേശനം ക്യാൻസൽ ചെയ്തത് കാരണം ഒഴിവന്ന സീറ്റുകളിലേക്കുമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെപ്റ്റംബർ 7 തീയതി 4ാമത്തെ ഓൺലൈൻ അലോട്ട്മെൻറ്റ് നടത്തുന്നതാണ്. ഇതിലേക്കായിട്ട് അസോസിയേഷൻ വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ, അതായത് 2024 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളും അതുപോലെ തന്നെ എന്നാൽ മുൻപ് നടന്ന മുൻ അലോട്ട്മെൻറ്റുകളിൽ പ്രവേശനം ലഭിച്ചിട്ടില്ലാത്തവരുമായിട്ടുള്ള അപേക്ഷകർ ഈ ഒരു 31 തീയതി മുതൽ 5 തീയതി സെപ്റ്റംബർ 5 തീയതി വരെ ഓൺലൈനായിട്ട് നിങ്ങളുടെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ കോളേജ് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അപേക്ഷകർക്ക് തങ്ങളുടെ നേരത്തെ നൽകിയിരുന്ന ഓപ്ഷൻ പുനഃക്രമീകരിക്കുന്നതിനോ ഇപ്പോൾ നൽകിയിട്ടുള്ള ഏതെങ്കിലും കോളേജുകൾ ഒഴിവാക്കുന്നതിനോ അവസരമുണ്ട്. ഇപ്രകാരം ഓൺലൈനായിട്ട് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ പുതുതായിട്ട് കൺഫർമേഷൻ ചെയ്തവരെ മാത്രമേ ഈ ഒരു 4th അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു 4ാമത്തെ അലോട്ട്മെൻറ്റും ഓൺലൈൻ അലോട്ട്മെൻറ്റ് തുടർന്ന് ഈ ഒരു കോളേജിലേക്ക് ഉണ്ടായേക്കാവുന്ന ഒഴിവുകളിലേക്കും ഉള്ള ഓൺലൈൻ അലോട്ട്മെൻറ്റുകളും ഇപ്പോൾ ഈ ഒരു കൺഫർമേഷൻ ചെയ്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പ്രസിദ്ധീകരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു 4th അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് ഇനി വരുന്ന 4th അലോട്ട്മെൻറ്റിലും അതുപോലെ തന്നെ 4th അലോട്ട്മെൻറ്റിലും അതുപോലെ തന്നെ ഇനി ഈ ഒരു കോളേജുകളിലൊക്കെ ഉണ്ടാകുന്ന ഒഴിവുകളിലേക്കും ഓൺലൈൻ അലോട്ട്മെൻറ്റുകളും ഇവരെ മാത്രമേ, അതായത് ഇപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തവരെ മാത്രമേ ഇനി വരുന്ന 4th അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന സ്പോട്ട്, സ്പെഷ്യൽ ഇതുപോലുള്ള അലോട്ട്മെൻറ്റുകളിലും പരിഗണിക്കുള്ളൂ. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രമേ വിദ്യാർത്ഥികൾ ഓപ്ഷനായിട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ 31 തീയതി മുതൽ 5 തീയതി വരെയാണ് ഓൺലൈനായിട്ട് ഓപ്ഷൻ സമർപ്പിക്കാൻ സാധിക്കുക. ഇത് പരിഗണിച്ചുകൊണ്ട് ഓപ്പൺ മെറിറ്റ് റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് ഈ ഒരു സെപ്റ്റംബർ 7 തീയതി പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 9 മുതൽ രാവിലെ 9 മണിക്കും അതുപോലെ സെപ്റ്റംബർ 11 തീയതി ബുധനാഴ്ച വൈകുന്നേരം 3 മണിക്കും ഇടയിലായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലെത്തി ഫീസ് അടച്ച് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച് പ്രവേശന നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. എല്ലാ സമയക്രമവും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ പാലിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിലോ റീഅറേഞ്ച് ചെയ്യണമെങ്കിലോ അങ്ങനെ ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇനി 4th അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതും അതിനുശേഷം ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള പിന്നീട് വരുന്ന സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളും നടത്തപ്പെടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.